അങ്ങനെ ഡോക്ടർ എം.കെ. റാം ഒടുവിൽ പോലീസ് പിടിയിലായിരിക്കുന്നു. ഒരു വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിവിട്ട ശേഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന റാമിനെ അതിവിദഗ്ധമായാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇന്നലെ അർദ്ധരാത്രിയിൽ കർണാടകയിലെ കുടകിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. പിന്നാലെ കണ്ണൂരിലെത്തിച്ച റാമിനെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുകയാണ്. 3 മാസത്തോളം പോലീസിന്റെ കണ്ണുവെട്ടിച്ച് പലയിടങ്ങളിലായി ഒളിവിൽ കഴിയുകയായിരുന്നു റാം. കുടകിൽ നിന്ന് മറ്റൊരിടത്തേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ തകർത്താണ് രാത്രിയിൽ ക്രൈംബ്രാഞ്ച് റാമിന്റെ കൈകളിൽ പിടിവീഴ്ത്തിയത്. കേരളത്തെയാകെ ഉലച്ച ഒരു മരണമായിരുന്നു കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിൻ്റേത്. ഏപ്രിൽ 10-ന് നിതിനെ കോളേജ് കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. വെറും ആത്മഹത്യയെന്ന് ആദ്യം കരുതിയെങ്കിലും പിന്നാലെ നിതിന്റെ കൂട്ടുകാർ ഉൾപ്പെടെ പല വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നതോടെയാണ് മരണത്തിനു പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ വെളിച്ചത്ത് വന്നത്. വകുപ്പ് മേധാവി കൂടിയായിരുന്ന ഡോക്ടർ റാം നിതിനെ തുടർച്ചയായി അധിക്ഷേപിച്ചിരുന്നതായും ഇതിൽ മനം നൊന്താണ് ആത്മഹത്യ ചെയ്തതെന്നും വ്യക്തമായി. നിതിനെ ഓഫീസ് മുറിയിൽ വിളിച്ചു വരുത്തി അധിക്ഷേപിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ രംഗത്ത് വന്നതോടെ റാമിനെയും മറ്റ് അധ്യാപകരെയും പ്രതികളാക്കി പോലീസ് കേസെടുക്കുകയായിരുന്നു. ആത്മഹത്യാ പ്രേരണാക്കുറ്റം ഉൾപ്പെടെ ചുമത്തിയതോടെ റാമും കൂട്ടുപ്രതികളും ഒളിച്ചോടി. ഒളിവിലിരുന്ന തലശ്ശേരി അഡീഷണൽ കോടതി മുതൽ സുപ്രീം കോടതി വരെ മുൻകൂർ ജാമ്യത്തിന് സമീപിച്ചെങ്കിലും രക്ഷയുണ്ടായില്ല. ജൂൺ 19-ന് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി രൂക്ഷമായ വിമർശനം ഉയർത്തിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. 1 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ റാമിനെ ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടിയിരിക്കുന്നത്. ജന്മനാടായ ആന്ധ്രയിലെ ചിറ്റൂരിലും കർണാടകയിലുമായിട്ടായിരുന്നു റാം ഒളിവിൽ കഴിഞ്ഞത്. അടുത്തിടെ ചിറ്റൂരിൽ നിന്ന് റാം പിടിയിലായെന്നുവരെ വാർത്തകൾ വന്നതാണ്. എന്നാൽ ക്രൈംബ്രാഞ്ച് സംഘം എത്തുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് വിവരം ലഭിച്ച റാം കർണാടകയിലെ കുടകിലേക്ക് കടന്നു. ആന്ധ്രയിലെ പ്രാദേശിക പാർട്ടിയുടെ പ്രധാന നേതാവായ ബന്ധുവിൽ നിന്നാണ് റാമിന് ഇക്കാലം അത്രയും സഹായം ലഭിച്ചുകൊണ്ടിരുന്നത്. സഹായം ചെയ്യാനായി ചില സംഘങ്ങൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അടുത്തിടെ ചിറ്റൂരിൽ നടന്ന വ്യാപക പരിശോധനയ്ക്കിടെ കർണാടകയിലേക്ക് റാം കടന്നു. കുടകിൽ താമസിക്കുന്നുണ്ടെന്ന നിർണായക വിവരം ലഭിച്ചതോടെ കൂടുതൽ സംഘങ്ങളെ അയച്ച് അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു ക്രൈംബ്രാഞ്ച്. അങ്ങനെയാണ് റാമിനു വേണ്ടി വല വിരിച്ചത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ കേസിലെ മുഖ്യപ്രതിക്ക് കഴിഞ്ഞില്ല. പിടിയിലാകുമ്പോൾ സഹായം ചെയ്തിരുന്ന ആളുകളും റാമിനൊപ്പം ഉണ്ടായിരുന്നു. നിതിന്റെ മരണത്തിൽ ലോക്കൽ പോലീസായിരുന്നു ആദ്യം അന്വേഷണം നടത്തിയത്. എന്നാൽ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് കണ്ട് കുടുംബം പരാതി നൽകിയതോടെ SIT രൂപീകരിച്ചു. പക്ഷേ അതിലും പുരോഗതി ഉണ്ടായില്ല. കാരണം മുഖ്യപ്രതിയായ റാം ഉൾപ്പെടെ പലരും ഒളിവിലായിരുന്നു. അന്വേഷണത്തെക്കുറിച്ച് പരാതി ഉയർന്നതോടെയാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. ഒളിവിലിരുന്ന് കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ റാം പോയി. പക്ഷേ രക്ഷയുണ്ടായില്ല. ഹൈക്കോടതിയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് രൂക്ഷമായ വിമർശനവും കേൾക്കേണ്ടി വന്നു. വിറയ്ക്കുന്ന പോലീസിന് എങ്ങനെയാണ് ഫലപ്രദമായ അന്വേഷണം നടത്താൻ കഴിയുക എന്നാണ് ജസ്റ്റിസ് A. ബദറുദ്ദീൻ അടുത്തിടെ ചോദ്യമുയർത്തിയത്. പിന്നാലെ സുപ്രീം കോടതിയും കൈവിട്ടതോടെ അറസ്റ്റ് ഉറപ്പായി. എന്നാൽ പിടികൊടുക്കാൻ തയ്യാറാകാതെ ഒളിച്ചുകളി നടത്താനാണ് റാം നിശ്ചയിച്ചത്. രൂപവും വേഷവും മാറി പോലീസിനെ കബളിപ്പിച്ചായിരുന്നു റാമിന്റെ ഒളിജീവിതം. പോലീസിന്റെ കണ്ണിൽ ഒരു തരത്തിലും പെടാതിരിക്കാൻ മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാതെയായി. ഇത് അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളി തീർത്തു. എന്നാൽ അതെല്ലാം മറികടന്ന് ഇപ്പോൾ കേസിൽ നിർണായകമായ അറസ്റ്റ് നടത്തിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. ഇനിയും ചില പ്രതികൾ കേസിൽ പിടിയിലായിട്ടില്ല. അതുകൊണ്ടാണ് റാമിന്റെ അറസ്റ്റിൽ സന്തോഷമുണ്ടെങ്കിലും നീതി ഉറപ്പായില്ലെന്ന് നിതിന്റെ പിതാവ് പ്രതികരിച്ചിരിക്കുന്നത്.